നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ജില്ലയുടെ വിവിധ മേഖലകളിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം വിപുലമായ പരിപാടികളോടെ നടന്നു. വിവിധ ബാലഗോകുലങ്ങളുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ശോഭായാത്രയിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. കട്ടപ്പന കല്യാണത്തണ്ടിൽ റവന്യൂ ഭൂമിയിലെ കയ്യേറ്റം ഒഴിപ്പിച്ചതിന്റെ പേരിൽ ഇവിടുത്തെ താമസക്കാരെ കുടിയിറക്കാൻ ശ്രമിക്കുന്നതായി UDF വ്യാജ പ്രചരണം നടത്തുകയാണെന്ന് LDF നേതാക്കൾ. അനാവശ്യ പ്രചരണം നടത്തി ജനങ്ങളെ പരിഭ്രാന്തിയിലാക്കാൻ ഇവർ ശ്രമിക്കുന്നത് കല്യാണത്തണ്ടിൽ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ നടത്തിയിട്ടുള്ള കയ്യേറ്റം മറച്ചുപിടിക്കാനെന്നും ആരോപണം. മഴ കനത്തതോടെ നിർത്തിവച്ചിരുന്ന കൊച്ചി ധനുഷ്കോടി ദേശീയപാത നവീകരണം വീണ്ടും പുനരാരംഭിച്ചു. നിർമ്മാണ ജോലികൾ താൽക്കാലികമായി നിർത്തിയത് മഴ കനത്ത് പലയിടത്തും മണ്ണിടിച്ചിൽ ഭീഷണി രൂപം കൊണ്ടതോടെ ദേശീയപാത നവീകരണം 2 വർഷം കൊണ്ട് യാഥാർത്ഥ്യമാകുമെന്ന് പ്രതീക്ഷ. അയ്യപ്പൻകോവിൽ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ തെരുവു നായ്ക്കളുടെ ആക്രമണം രൂക്ഷം. നായ്ക്കൾ കൂട്ടത്തോടെ എത്തി വളർത്തു മൃഗങ്ങളെയും പൊതുജനങ്ങളെയും ആക്രമിക്കുന്നു. വിഷയത്തിൽ അടിയന്തര നടപടി പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നും ആവശ്യം. വിശദമായ വാർത്തകളിലേക്ക്. കട്ടപ്പനയിൽ വിപുലമായ പരിപാടികളോടെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം നടന്നു. ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ നൂറുകണക്കിന് ഉണ്ണിക്കണ്ണന്മാരും രാധികമാരും പങ്കെടുത്ത മഹാശോഭായാത്ര ഇടുക്കിക്കവല ശ്രീ ലക്ഷ്മി നാരായണ ക്ഷേത്രാങ്കണത്തിൽ സമാപിച്ചു. ഒരു ചെറു പുഞ്ചിരി ലോകത്തിന്റെ മഹാസങ്കടങ്ങളെ മായ്ച്ചു കളയുന്ന ചിത്രമാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കഥകളിൽ കാണാൻ സാധിക്കുന്നത്. സർവചരാചരങ്ങളെയും സ്നേഹമെന്ന നൂലിൽ കോർത്ത മണികളാക്കി ഭൂമിക്ക് സമ്മാനിച്ച വിശ്വമാനവനാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്നതാണ് ഹൈന്ദവ വിശ്വാസം. പുണ്യമീ മണ്ണ് പവിത്രമീ ജന്മം എന്നതാണ് ഈ വർഷത്തെ ജന്മാഷ്ടമി സന്ദേശം. ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ കട്ടപ്പനയിൽ വിപുലമായ ആഘോഷ പരിപാടികളോടെയാണ് ശ്രീകൃഷ്ണ ജയന്തി സംഘടിപ്പിച്ചത്. പതിമൂന്നിടങ്ങളിൽ നിന്നുമായി നൂറുകണക്കിന് ഉണ്ണിക്കണ്ണന്മാരും രാധാരാധികമാരും മഹാശോഭയാത്രയിൽ അണിനിരന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നും ആരംഭിച്ച ശോഭായാത്ര കട്ടപ്പന TB ജംഗ്ഷനിൽ എത്തിച്ചേർന്ന ശേഷം ഒന്നായി ഇടുക്കിക്കവല ശ്രീ ലക്ഷ്മി നാരായണ ക്ഷേത്രാങ്കണത്തിലേക്ക് നീങ്ങി. തുടർന്ന് ഉറിയടിയും നടന്നു. വണ്ടിപ്പെരിയാർ ശ്രീ ധർമ്മശാസ്ത്ര ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് മഹാശോഭായാത്ര നടന്നു. കക്കിക്കവലിൽ നിന്നും ആരംഭിച്ച ശോഭായാത്ര ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. വണ്ടിപ്പെരിയാർ ശ്രീ ധർമ്മശാസ്ത്ര ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച മഹാഘോഷയാത്ര സംഘടിപ്പിച്ചത്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷ പരിപാടികൾ ഒഴിവാക്കിയായിരുന്നു ശോഭായാത്ര നടന്നത്.
കക്കിക്കവലിൽ നിന്നും ആരംഭിച്ച ശോഭായാത്ര ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഭക്തജനങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന മറ്റൊരു ദിവസം കൂടിയാണ്. ഇവിടെ വ്യത്യസ്തങ്ങളാർന്ന ഭക്തസംഘടനകൾ, സാംസ്കാരിക സംഘടനകൾ എല്ലാവരും ഒത്തുചേരുന്ന ഒരു ദിവസം കൂടിയാണ്. എല്ലാ മനസ്സും ഒന്നുചേർന്നുകൊണ്ട് ഈ നാടിന് സമാധാനമുണ്ടാകുന്നതിന് വേണ്ടി എല്ലാവരും ഒന്നാണ് എന്നുള്ള മഹത്തായ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കൃഷ്ണ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഈ യാത്രയിൽ അണിനിരക്കുന്നു. നൂറുകണക്കിന് ഉണ്ണിക്കണ്ണന്മാരും രാധമാരും കൃഷ്ണന്മാരും അണിനിരുന്ന ശോഭായാത്രയിൽ നിരവധി ആളുകളും പങ്കെടുത്തു. ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന ശോഭായാത്രയ്ക്ക് ശേഷം ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളും വഴിപാടുകളും നടന്നു. ഉറിയടി മത്സരത്തോടുകൂടിയാണ് ശോഭായാത്ര അവസാനിച്ചത്. ബാലഗോകുലത്തിന്റെയും വിവിധ ഹൈന്ദവ സംഘടനകളുടെയും നേതൃത്വത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ദിനാഘോഷവും ശോഭായാത്രയും നടന്നു. ഇരട്ടയാർ ഇടിഞ്ഞമലയിൽ നിന്നും അടയാളക്കല് ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്ര സന്നിധിയിലേക്ക് നടന്ന ശോഭായാത്രയിൽ കൃഷ്ണ പുരാണ വേഷധാരികളായ കുട്ടികൾ അണിനിരുന്നത് നിറപ്പകിട്ടേകി. ശ്രീകൃഷ്ണ ജയന്തി ദിനാഘോഷത്തിന്റെ ഭാഗമായാണ് ബാലഗോകുലത്തിന്റെയും വിവിധ ഹൈന്ദവ സംഘടനകളുടെയും നേതൃത്വത്തിൽ ഇരട്ടയാർ ഇടിഞ്ഞമലയിൽ നിന്നും അടയാളക്കല് ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്ര സന്നിധിയിലേക്ക് മഹാശോഭായാത്ര നടന്നത്. ഗോകുല പതാക കൈമാറി താലപ്പൊലികളുടെയും വാദ്യമേളങ്ങളുടെയും പുരാണ വേഷം ധരിച്ച ബാലികാ ബാലന്മാരുടെയും അകമ്പടിയോടെയായിരുന്നു ശോഭായാത്ര. ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്ര ബാലഗോകുലത്തിന്റെയും വിവിധ ഹൈന്ദവ സംഘടനകളുടെയും ആഭിമുഖ്യത്തിൽ നടക്കുന്ന ശോഭായാത്രയിൽ പങ്കുചേരുക മുഴുവൻ സജ്ജനങ്ങളെയും സ്വാഗതം ചെയ്യുകയാണ്. അഭിവൃദ്ധി നേടുവാൻ ആഗ്രഹിക്കുന്ന സർവചരാചരങ്ങളും കണ്ണന്റെ കഥ പറയുവാൻ ഗാഥകൾ പാടുവാനും കൊതിക്കുന്ന നാടുകൾ. ശോഭായാത്ര ക്ഷേത്ര സന്നിധിയിലെത്തിയ ശേഷം വിശ്വ ഹിന്ദു പരിഷത്ത് ഇടുക്കി ജില്ലാ സംഘടനാ സെക്രട്ടറി പ്രഭാകരൻ ജയന്തി ദിന സന്ദേശം നൽകി. തുടർന്ന് അന്നദാനവും ഉറിയടിയും പ്രസാദ വിതരണവും നടന്നു. ആഘോഷങ്ങൾക്ക് ശ്രീലാൽ മറ്റത്തിൽ, രാജേഷ് കീഴേവീട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. കട്ടപ്പന കല്യാണത്തണ്ടിൽ റവന്യൂ ഭൂമിയിലെ കയ്യേറ്റം ഒഴിപ്പിച്ചതിന്റെ പേരിൽ ഇവിടുത്തെ താമസക്കാരെ കുടിയിറക്കാൻ ശ്രമിക്കുന്നതായി UDF വ്യാജ പ്രചരണം നടത്തുകയാണെന്ന് LDF നേതാക്കൾ. കല്യാണത്തണ്ടിൽ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ നടത്തിയിട്ടുള്ള കയ്യേറ്റം മറച്ചുപിടിക്കാൻ അനാവശ്യ പ്രചരണം നടത്തി ജനങ്ങളെ പരിഭ്രാന്തിയിലാക്കാനാണ് ഇവർ ശ്രമിക്കുന്നതെന്നും LDF നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. കല്യാണത്തണ്ടിൽ കോൺഗ്രസ് നേതാവിന്റെ കുടുംബം ഉൾപ്പെടെ 2 പേർ നടത്തിയ കയ്യേറ്റം പരാതിയുടെ അടിസ്ഥാനത്തിൽ കേരള ഭൂസംരക്ഷണ നിയമപ്രകാരം കൃത്യമായ അന്വേഷണം നടത്തി നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചാണ് ഒഴിപ്പിച്ചിട്ടുള്ളത്. ഈ വിഷയം വളച്ചൊടിക്കാനാണ് കോൺഗ്രസ് പ്രവർത്തകർ ശ്രമിക്കുന്നത്. വിചാരണ വേളയിൽ വസ്തുവിന്റെ അവകാശം തെളിയിക്കുന്ന യാതൊരു രേഖകളും ഭൂമി കൈവശപ്പെടുത്തിയയാൾ ഹാജരാക്കിയിരുന്നില്ല. ഒഴിപ്പിച്ച ഭൂമിയിൽ ഓഗസ്റ്റ് 18-ന് ബോർഡ് സ്ഥാപിക്കുക മാത്രമാണ് ചെയ്തത്. കോൺഗ്രസ് നേതാക്കൾ നടത്തിയ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ മറയ്ക്കുവാനാണ് കുടിയൊഴിപ്പിക്കൽ നടക്കുമെന്ന വ്യാജ പ്രചരണം നടത്തി ജനത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. കട്ടപ്പന വില്ലേജിലെ 60-ാം നമ്പർ ബ്ലോക്കിൽപ്പെട്ട കല്യാണത്തണ്ടിൽ പതിറ്റാണ്ടുകളായി കുടിയേറി താമസിക്കുന്ന നിരവധി കുടുംബങ്ങളുണ്ട്. ഇവർക്കെതിരെയുള്ള ഒരു നീക്കത്തെയും LDF പിന്തുണയ്ക്കില്ല. വിഷയത്തിൽ ജനങ്ങൾക്കുണ്ടായ ആശങ്ക പരിഹരിക്കാൻ 28-ന് തിരുവനന്തപുരത്ത് യോഗം ചേരുമെന്ന് സ്ഥലം സന്ദർശിച്ച മന്ത്രി റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഭൂവിഷയത്തിൽ സർക്കാർ ജനങ്ങൾക്കൊപ്പമാണെന്ന് ഉറപ്പു നൽകാനാണ് മന്ത്രി തന്നെ നേരിട്ടെത്തിയത്. വിഷയത്തിൽ LDF നയവിശദീകരണ യോഗം 28-ന് വൈകിട്ട് 5 മണിക്ക് കല്യാണത്തണ്ടിൽ സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. ഈ പട്ടയമെല്ലാം ലഭിക്കുമ്പോഴും വ്യാജ പട്ടയം മേടിച്ചുകൊണ്ട് ഇതിനു ചുറ്റും കഴുകന്മാരെ പോലെ ഒരു കൂട്ടം ആളുകൾ നടക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ടൂറിസം സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് അവിടെയെല്ലാം ഭൂമി മുൻകൂട്ടി മേടിച്ചിട്ടുണ്ട്. ഇവരെല്ലാം ചേർന്നുകൊണ്ട് ഈ ഭൂമി കയ്യേറ്റക്കാരെ സംരക്ഷിക്കുന്നതിൻ്റെ മറവിൽ സാധാരണ ജനങ്ങളെ ഭയാനകമായ രൂപത്തിൽ പേടിപ്പെടുത്തുന്ന സ്ഥിതിയാണ് കട്ടപ്പന നഗരസഭയിൽ നിലനിൽക്കുന്നത്. ഇത് തികച്ചും ജനാധിപത്യ വിരുദ്ധമാണ്. ഈ സർക്കാർ പാവപ്പെട്ടവരും പണിയെടുക്കുന്നവരും അധ്വാനിക്കുന്നവരും വേണ്ടി എന്നും നിൽക്കുന്ന ഈ സർക്കാർ ആ മേഖലയിലെ ഒരു ആളെയും കുടിയൊഴിപ്പിക്കാനോ അത്തരം ഒരു നീക്കത്തിനും പോകില്ല എന്ന് മാത്രമല്ല, ഇവിടെ ഈ നഗരസഭ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ആളുകൾക്ക് മുഴുവൻ ഈ സർക്കാരുമായി ചേർന്നിട്ടുണ്ടെങ്കിൽ പട്ടയം ലഭിച്ചേനെ. സർക്കാർ നടത്തിയ പട്ടയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ മുഴുവൻ നീക്കങ്ങളെയും രഹസ്യമായി തടയിടുന്ന നിലപാടാണ്
കട്ടപ്പനയിലെ UDF നേതൃത്വം സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാടുകൾ ഈ കാര്യത്തിൽ വിശദീകരിക്കുന്നതിന് വേണ്ടിയും ജനങ്ങൾക്ക് അവശേഷിക്കുന്ന ജനങ്ങളുടെ പട്ടയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയും സർക്കാർ ഭൂമി സർക്കാരിൻ്റെ കീഴിൽ സംരക്ഷിതമായി നിലനിൽക്കുന്നതിന് വേണ്ടിയും ഇത് സംബന്ധിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാട് വിശദീകരിക്കുന്നതിന് വേണ്ടി 28-ാം തീയതി വൈകിട്ട് 5 മണിക്ക് കല്യാണത്തിൻ്റെ മേഖലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജില്ലാ നേതാക്കളായിട്ടുള്ള സഖാക്കൾ CV വർഗീസ്, സഖാവ് സലീം കുമാർ, ശ്രീ ജോർജ് പാറത്തിനാൽ അടക്കമുള്ള ജില്ലാ നേതാക്കന്മാർ പങ്കെടുത്തുകൊണ്ടുള്ള നയവിശദീകരണ യോഗം സംഘടിപ്പിക്കും. കല്യാണത്തണ്ടിലെ ഭൂവിഷയങ്ങൾ പരിശോധിക്കാൻ ജനകീയ കമ്മിറ്റി രൂപീകരിക്കുന്ന കാര്യവും ആലോചിക്കുന്നുണ്ട്. മലയോര കർഷകർക്ക് ഉപാധിരഹിത പട്ടയങ്ങൾ നൽകിയിട്ടുള്ളത് LDF സർക്കാരുകളാണെന്നും നേതാക്കൾ പറഞ്ഞു. ഈ ജില്ലയിലെ ഭൂപ്രശ്നത്തിനെല്ലാം ഒരു പരിഹാരം കാണുന്നതിന് വളരെ ഉത്തരവാദിത്തപരമായി നിൽക്കുന്ന ആളുകളാണ് CV വർഗീസും K സലീം കുമാറും ജോസ് പാലത്തിനാലും. ഒപ്പം ഞങ്ങളുടെ റോഷിയ കൃഷ്ണനും. ഞങ്ങൾ അവരോട് പറയുന്നത് ഈ പ്രദേശത്ത് ഒരു നല്ലൊരു പരിശോധന നടത്തണം. അതിനാവശ്യമായ ജനകീയ കമ്മിറ്റിക്ക് രൂപം കൊടുക്കണം. പിണറായി സർക്കാർ വന്ന ശേഷം ജില്ലയിൽ ഇതുവരെ 42,000 ഉപാധിരഹിത പട്ടയങ്ങളാണ് നൽകിയത്. കട്ടപ്പന നഗരം ഉൾപ്പെടുന്ന ടൗൺഷിപ്പിൽ പട്ടയം ലഭിക്കുക എന്നത് പതിറ്റാണ്ടുകളായി ഇവിടുത്തെ ജനങ്ങളുടെ സ്വപ്നമാണ്. പട്ടയ മിഷന്റെ ഭാഗമായി കട്ടപ്പന ടൗൺഷിപ്പിൽ ഉൾപ്പെടെ പട്ടയം നൽകുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള കുടിയൊഴിപ്പിക്കൽ എന്ന പ്രചരണം അവരുടെ നേതാക്കളുടെ കയ്യേറ്റം സംരക്ഷിക്കാനുള്ള വെറും പുകമറ മാത്രമാണെന്നും നേതാക്കൾ പറഞ്ഞു. പട്ടയത്തിൻ്റെ എണ്ണം പെരുപ്പിച്ച് കാണിക്കാൻ വേണ്ടി കുറേ പേർക്ക് പട്ടയത്തിൻ്റെ കടലാസ് കൊടുത്തിട്ടുണ്ട്. യഥാർത്ഥത്തിൻ്റെ ഭൂമിയുടെ അവകാശികൾക്കാർക്കും പട്ടയം കൊടുക്കാത്ത നിലപാടുകളാണ് സ്വീകരിച്ചിട്ടുള്ളത്. നമുക്കറിയാം, പട്ടയം എല്ലാ കാലത്തും കോൺഗ്രസ് നിലപാടിനെ സംബന്ധിച്ചറിയാം. ഭൂമി പ്രശ്നങ്ങളുടെ കാര്യത്തിൽ ഇത് ഇവിടെ കൊടുക്കുന്ന മുതലക്കണ്ണീരാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ, ജനങ്ങളുടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങൾ അത് മനസ്സിലാക്കി ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി, ഇവിടെ കുടിയേറ്റ കൃഷിക്കാരൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ജനങ്ങൾക്കൊപ്പമുള്ള നിലപാട്, ഇവിടുത്തെ കുടിയേറ്റ കൃഷിക്കാരനോടൊപ്പം നിൽക്കുന്ന നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളത്. ഒരു കൃഷിക്കാരനെയും ഒരു കാരണവശാലും കുടിയേറുന്ന നടപടി ഈ ഗവൺമെന്റ് എടുക്കുകയില്ല. വാർത്താ സമ്മേളനത്തിൽ LDF നേതാക്കളായ VR സജി, VR ശശി, അഡ്വക്കേറ്റ് മനോജ് തോമസ്, ടോമി ജോർജ്, MC ബിജു, ലിജോബി ബേബി, ഷാജി കുത്തോടിയിൽ, രാജൻകുട്ടി മുതുകുളം, ലൂയിസ് വേഴമ്പത്തോട്ടം എന്നിവർ പങ്കെടുത്തു. കട്ടപ്പന കല്യാണത്തണ്ട് ഭൂവിഷയവുമായി ബന്ധപ്പെട്ട് കട്ടപ്പന വില്ലേജ് ഓഫീസ് പടിക്കിലേക്ക് ചൊവ്വാഴ്ച ബഹുജന മാർച്ച് നടത്തുമെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ അറിയിച്ചു. കല്യാണത്തണ്ട് പ്രദേശത്ത് പട്ടയം നൽകാൻ സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കല്യാണത്തണ്ട് ജനകീയ സമിതി നയിക്കുന്ന മാർച്ചാണ് വില്ലേജ് ഓഫീസിലേക്ക് സംഘടിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ വിഷയങ്ങളെ സംബന്ധിച്ച് ആളുകളുടെ വളരെ ശക്തമായ പ്രതിഷേധങ്ങളും അവരുടെ പ്രകടനങ്ങളും അവരുടെ കാര്യങ്ങളെല്ലാം വന്നിരുന്നു. അപ്പോൾ ജനങ്ങൾ ശക്തമായി ഈ പ്രതിഷേധ പരിപാടിയിൽ അണിനിരക്കുമെന്ന് കണ്ടുകൊണ്ട് ഭരണപക്ഷത്തിരിക്കുന്ന കക്ഷികൾ ഈ മേഖലയിൽ നിന്നുകൊണ്ട് ആളുകളെ അവർക്ക് ആശങ്കപ്പെടേണ്ട കാര്യമില്ല, ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തൽ നിന്ന് പിന്മാറ്റുന്നതായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അയ്യപ്പൻകോവിൽ 3 ചെയിൻ ചങ്ങലയിൽപ്പെട്ട ആളുകൾക്ക് പട്ടയം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾക്കിടയിൽ നിന്ന് പണപ്പിരിവ് നടത്തി ഇപ്പോൾ കേസുകൾ നടത്തുന്ന ആളുകളാണ് കല്യാണത്തണ്ട് മേഖലയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഇത് വർഷങ്ങളായിട്ടുള്ള ആളുകളുടെ ആവശ്യമാണ് ആ മേഖലയിൽ പട്ടയം എന്ന് പറയുന്നത്. ആളുകൾക്ക് ആശങ്കപ്പെടേണ്ട എന്ന് പറയുമ്പോഴും അവർക്ക് പട്ടയം കൊടുക്കാനുള്ള ആർജവത്വമാണ് ഈ പറയുന്ന ആളുകൾ കാണിക്കേണ്ടത്. അതുപോലെ തന്നെ വർഷങ്ങളായി 70 കാലഘട്ടം മുതൽ അവിടെ കുടിയേറി പാർത്ത ആളുകൾ മാതാപിതാക്കളായി കൈമാറി വന്നേക്കുന്ന സ്ഥലങ്ങൾക്കാണ് ജനങ്ങൾ പട്ടയം ആവശ്യപ്പെടുന്നത്. ചില ആളുകളത് കോൺഗ്രസിൻ്റെ ആളുകൾക്ക് കുറേ അവിടെ അധികം സ്ഥലമുണ്ട് ആയതുകൊണ്ട് ആണ് ഞങ്ങൾ സമരത്തിന് വരുന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അതിൽ ജില്ലയിൽ ആകമാനമുള്ള ഭൂവിഷയങ്ങൾ വളരെ മോശമാക്കുന്നത് ഈ പറയുന്ന ഇപ്പോഴത്തെ ഗവൺമെൻറ്റാണ്, സംസ്ഥാന ഗവൺമെൻറ്റാണ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് ഈ ഇടുക്കി ജില്ലയിലെ ഭൂവിഷയങ്ങൾ പരിഹരിക്കുകയും ഒപ്പം കല്യാണത്തണ്ട് മേഖലയിലുള്ള ജനങ്ങൾക്ക് പട്ടയം നൽകുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വമാണ് ബഹുമാനപ്പെട്ട ഭരണപക്ഷത്തുള്ള ആളുകൾ ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ അറിയിക്കാനുള്ളത്. മഴ കനത്തതോടെ നിർത്തിവച്ചിരുന്ന കൊച്ചി ധനുഷ്കോടി ദേശീയപാത നവീകരണം വീണ്ടും പുനരാരംഭിച്ചു. മഴ കനത്ത് പലയിടത്തും മണ്ണിടിച്ചിൽ ഭീഷണി രൂപം കൊണ്ടതോടെയായിരുന്നു നിർമ്മാണ ജോലികൾ താൽക്കാലികമായി നിർത്തിയത്. 2 വർഷം കൊണ്ട് ദേശീയപാത നവീകരണം യാഥാർത്ഥ്യമാകുമെന്നാണ് പ്രതീക്ഷ. മഴ കനക്കുകയും പലയിടത്തും മണ്ണിടിച്ചിൽ ഭീഷണി രൂപം കൊള്ളുകയും ചെയ്തതോടെയായിരുന്നു കൊച്ചി ധനുഷ്കോടി ദേശീയപാത നവീകരണ പദ്ധതിയുടെ ഭാഗമായി നടന്നു വന്നിരുന്ന നിർമ്മാണ ജോലികൾ താൽക്കാലികമായി നിർത്തിവെച്ചത്. മഴയുടെ ശക്തി കുറഞ്ഞതോടെ നിർത്തിവച്ചിരുന്ന ജോലികൾ വീണ്ടും പുനരാരംഭിച്ചു. കൊച്ചി മുതൽ മൂന്നാർ വരെ 125 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 910 കോടി രൂപയ്ക്കാണ് പദ്ധതിയുടെ കരാർ ഏറ്റെടുത്തിരിക്കുന്നത്.
പദ്ധതിയുടെ 110 കിലോമീറ്റർ ദൂരവും വീതി കൂട്ടി നവീകരിക്കാൻ ലക്ഷ്യമിടുന്നു. ദേശീയപാതയുടെ നവീകരണം മൂന്നാറിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്കും കരുത്താകുമെന്നാണ് പ്രതീക്ഷ. നേര്യമംഗലത്ത് പുതിയ പാലവും പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്നുണ്ട്. ഇതിന്റെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. 5 സ്പാനുകളിലായി 42.8 മീറ്റർ നീളത്തിൽ 13 മീറ്റർ വീതിയിലുമാണ് പുതിയ പാലത്തിന്റെ നിർമ്മാണം. അതേസമയം ഇപ്പോൾ നടക്കുന്ന ദേശീയപാത നവീകരണം തികച്ചും അശാസ്ത്രീയമാണെന്ന ആക്ഷേപവും ഉയർന്നിരുന്നു. പാതയോരത്ത് മൺതിട്ടയോട് ചേർന്നുള്ള ഭാഗത്ത് നടക്കുന്ന സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിനെതിരെയും മണ്ണ് നീക്കുന്നതിനെതിരെയുമാണ് ആക്ഷേപം ഉയർന്നത്. അയ്യപ്പൻകോവിൽ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ തെരുവ് നായ്ക്കളുടെ ആക്രമണം രൂക്ഷം. നായ്ക്കൾ കൂട്ടത്തോടെ എത്തി വളർത്തുമൃഗങ്ങളെയും പൊതുജനങ്ങളെയും ആക്രമിക്കുന്ന സ്ഥിതിയാണുള്ളത്. വിഷയത്തിൽ അടിയന്തര നടപടി പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം. മേരികുളം നിരപ്പേക്കട ഭാഗത്ത് തെരുവ് നായ്ക്കൾ വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുകയും പ്രദേശത്ത് പരിഭ്രാന്തി സൃഷ്ടിക്കുകയും ചെയ്യുന്നത് പതിവായിരിക്കുകയാണ്. ഇതോടൊപ്പം കൂട്ടത്തോടെ എത്തുന്ന നായ്ക്കളെ വിരട്ടി ഓടിക്കുവാൻ ശ്രമിച്ചാൽ തിരിച്ചാക്രമിക്കുന്ന സ്ഥിതിയാണുള്ളത്. നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന മേരികുളം ടൗണിൽ ഉൾപ്പെടെ തെരുവ് നായ്ക്കൾ കൂട്ടത്തോടെ വിലസുന്നത് ഭീതി സൃഷ്ടിക്കുന്നതായി നാട്ടുകാർ പറയുന്നു. അയ്യപ്പൻകോവിൽ പഞ്ചായത്തിന്റെ പല മേഖലകളിലും തെരുവുനായ ആക്രമണം അതിരൂക്ഷമായ ഒരു സാഹചര്യമാണ്. പല വീടുകളിലെയും വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. ഇതിനെതിരെ അടിയന്തരമായി പഞ്ചായത്ത് ഇടപെട്ടുകൊണ്ട് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് അറിയിക്കാനുള്ളത്. പൊതുജനങ്ങൾക്ക് ശല്യമായി മാറിയിരിക്കുന്ന തെരുവുനായ്ക്കളെ നിയന്ത്രിക്കാൻ വേണ്ട നടപടി അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് നാട്ടുകാർ മുമ്പോട്ട് വയ്ക്കുന്ന ആവശ്യം. സത്രത്തിലെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ കുമിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിൽ വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് അനാസ്ഥ കാട്ടുന്നതായി ആരോപണം. ഇവിടെ എത്തിച്ച മാലിന്യങ്ങൾ സമീപത്തെ കാനയിലൂടെ ഒഴുകി പെരിയാർ നദിയിലെത്തുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. മാലിന്യ സംസ്കരണത്തിലൂടെ ലക്ഷ്യമിട്ടിരുന്ന ജൈവവള ഉൽപാദനം എന്ന പദ്ധതി താറുമാറായതായും കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിന്റെ സത്രത്തിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ പ്രവർത്തനം താളം തെറ്റിയതായാണ് ആരോപണം. ഇവിടെ എത്തിക്കുന്ന മാലിന്യങ്ങൾ വേർതിരിച്ച് ക്ലീൻ കേരള കമ്പനിക്ക് കയറ്റി അയക്കുന്നുണ്ടെങ്കിലും പ്ലാസ്റ്റിക് മാലിന്യങ്ങളടക്കം കുമിഞ്ഞുകൂടി കിടക്കുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം. കുമിഞ്ഞുകൂടുന്ന മാലിന്യത്തിൽ നിന്നുമുള്ള മലിനജലം സമീപത്തെ കാനയിലൂടെ പെരിയാർ നദിയിലേക്ക് ഒഴുകിച്ചേരുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും. മാലിന്യ സംസ്കരണത്തിൽ വൻ അഴിമതിയാണ് നടക്കുന്നതെന്നും കൃത്യമായ പ്രോസസ്സിംഗ് നടക്കാത്തത് പ്രകൃതിക്ക് തന്നെ നാശമായി തീരുന്ന സാഹചര്യമാണുള്ളതെന്നും അഴുത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാജി പൈനടത്ത് ആരോപിച്ചു. വണ്ടിപ്പെരിയാർ പഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വലിയ അഴിമതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വണ്ടിപ്പെരിയാർ ടൗണിൽ നിന്നും വാർഡുകളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യം ഈ പ്ലാന്റിൽ കൊണ്ടുവന്ന് വളമാക്കി അത് വിൽക്കുക എന്നുള്ളതാണ് ഈ പ്രോജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് തരംതിരിച്ച് മാറ്റി വളമുണ്ടാക്കുന്ന ഒരു പ്രക്രിയ ഇവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കുറച്ച് തൊഴിലാളികൾ എല്ലാ ദിവസവും ഇവിടുന്ന് ശേഖരിക്കുന്ന ടൗണിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യങ്ങൾ തരംതിരിച്ച് ഇട്ടിരിക്കുന്നത് ഈ പ്ലാന്റിൻ്റെ പരിസരങ്ങളിൽ കുന്നുകൂടി കിടക്കുകയാണ്. ഇവിടെ മഴ പെയ്താൽ ഈ മാലിന്യങ്ങളിൽ നിന്നും ഒഴുകി വരുന്ന വെള്ളം തൊട്ടടുത്ത തോടിലേക്ക് പോകുന്നു. ആ തോടിൽ നിന്നും പെരിയാർ നദിയിലേക്ക് വരുന്നു. ഇത് വലിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇവിടെ സംസ്കരിക്കുന്ന മാലിന്യങ്ങൾ ഉപയോഗിച്ച് ആരംഭിച്ച ജൈവവള നിർമ്മാണവും അവതാളത്തിലായതായി KPW യൂണിയൻ വർക്കിംഗ് പ്രസിഡന്റ് M. ഉദയസൂര്യൻ പറഞ്ഞു. പഞ്ചായത്തിന് കൊടുത്താൽ പഞ്ചായത്തിന് വരുമാനം കിട്ടും. ഇതെല്ലാം നശിപ്പിച്ചിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഞങ്ങളിവിടെ വന്നപ്പോൾ ഈ പാവപ്പെട്ട തൊഴിലാളികൾ വളരെ ബുദ്ധിമുട്ടിയാണ് ജോലി ചെയ്തതെന്ന് നമുക്ക് കാണാൻ സാധിച്ചു. പക്ഷേ അവർക്ക് സുരക്ഷിതമായ ഉപകരണങ്ങളോ അതൊന്നും അവർ നിലവിൽ ധരിക്കുന്നില്ല. അതുമായി ബന്ധപ്പെട്ട് വലിയ ആരോഗ്യ പ്രശ്നം ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ അല്ലെങ്കിൽ പഞ്ചായത്ത് കമ്മിറ്റി ഒന്നും കാണാതെ ഇവിടെ വളരെ നോട്ടീസ് അടിച്ച് വിതരണം ചെയ്ത് ഇവിടെ എല്ലാ വീടുകളിലും നോട്ടീസ് കൊടുത്ത് കുറച്ച് നോട്ടീസിന് പൈസ ചെലവാക്കിയതല്ലാതെ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നത്. യാതൊരു സുരക്ഷാ ക്രമീകരണങ്ങളും ഇല്ലാതെയാണ് ഇവിടെ തൊഴിലാളികൾ ജോലി ചെയ്യുന്നത്. ഇവിടെ കുമിഞ്ഞുകൂടുന്ന മാലിന്യങ്ങൾ സമീപ പ്രദേശത്തെ കന്നുകാലികൾ ഭക്ഷിക്കുന്നുണ്ട്. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണം പ്രഹസനമാകുന്നതായും നേതാക്കൾ ആരോപിച്ചു. മൂന്നാർ ടൗണിൽ റോഡിൽ രൂപം കൊണ്ടിട്ടുള്ള കുഴികൾ അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം. AITUC മോട്ടോർ ഡ്രൈവേഴ്സ് യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് കുഴികളിൽ വാഴ നട്ട് പ്രതിഷേധിച്ചത്. കുഴികളിൽപ്പെട്ട് ഇരുചക്ര വാഹന യാത്രികർ അപകടത്തിൽപ്പെടുന്നത് പതിവ് സംഭവമായി കഴിഞ്ഞു.
മൂന്നാർ ടൗണിൽ താൽക്കാലിക ബസ് സ്റ്റാൻഡിലും റീജിയണൽ ഓഫീസിന് സമീപത്തെ പാലത്തിലും കുഴികൾ രൂപം കൊണ്ടിട്ടുണ്ട്. ഈ കുഴികൾ അടയ്ക്കണമെന്ന ആവശ്യം ശക്തമായിട്ടും നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലായിരുന്നു ATUC മോട്ടോർ ഡ്രൈവേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ കുഴികളിൽ വാഴ നട്ട് പ്രതിഷേധിച്ചത്. സമരം ATUC മോട്ടോർ ഡ്രൈവേഴ്സ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം പനീർ സെൽവം ഉദ്ഘാടനം ചെയ്തു. நமக்கு ஆதிகாலமே இருந்த ஒரு பாலம் தான் இந்த ஹெட் குவார்ட்டருக்கு முன்னால் போஸ்ட் ஆஃபீஸ் ஸ்டாண்டுக்கு முன்னால் உள்ள பாலம். இந்த பாலத்து வழியாக தான் எல்லா அதிகாரிகளும் போய்கிட்டு வந்துக்கிட்டு இருக்காங்க. குறிப்பாக PWD-காரங்க இந்த வழி தான் மாணவ செல்வங்கள் ஸ்கூலுக்கு போகிறது, காலேஜுக்கு போகிறது ஒரு மெயினான பாலமாக இருக்குது. இந்த பாலத்தில் ஓட்ட விழுந்து கிட்டத்தட்ட நமக்கு ஒரு 2 மாதம் ஆச்சு. இது என்னன்னு கூட PWD இது வரைக்கும் சரி பண்ணி தரல. இது வரக்கூடிய பிள்ளைகளுக்கும் சரி வண்டிகளுக்கும் சரி பெரிய ஒரு ஆபத்தை கொடுக்குது. ஒன்றாவதே ரோடு பிரச்சனைகள் பெரிய ஒரு ரோடு பிரச்சனை மூணாரில் வந்துகிட்டு இருக்குது நாளடைவில். அப்போ ஆகையினால இந்த தேசிய நெடுஞ்சாலையில் நம்ம கொச்சி முதல் மதுரைக்கு போகக்கூடிய தேசிய நெடுஞ்சாலை இந்த மாதிரி பாதிக்கப்பட்டிருக்குது. அது மூணாருக்கு ஒரு பெரிய அவமானம். அதனால் உடனடியாக PWD இடப்பட்டு இந்த ரோடுகளை டவுனுக்குள்ள இருக்கிற ரோடுகள் இந்த மாதிரி ரோடுகள்லாம் PWD உடனடியாக செஞ்சு நம்முடைய CPI கட்சி சார்பில் AITC ஆட்டோ മോട്ടോർ വർക്കേഴ്സ് എല്ലാവരുടെ தலைமையிலும் കേട്ടു. കുഴികളിൽപ്പെട്ട് ഇരുചക്ര വാഹന യാത്രികർ അപകടത്തിൽപ്പെടുന്നത് പതിവ് സംഭവമായി കഴിഞ്ഞു. കുഴികൾ അടയ്ക്കാൻ അധികാരികൾ തയ്യാറായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ തുടർ സമരം സംഘടിപ്പിക്കുമെന്നും പ്രതിഷേധക്കാർ മുന്നറിയിപ്പ് നൽകി. കൽക്കത്ത ആസ്ഥാനമായുള്ള എക്സെല്ലർ ബുക്സിന്റെ സാഹിത്യരംഗത്തെ 2024 ഇന്റർനാഷണൽ എക്സലൻസ് അവാർഡ് കവിയും മാധ്യമപ്രവർത്തകനുമായ അക്ബറിന്. ലോകത്തെ വിവിധ ഭാഷകളിലെ സാഹിത്യകാരന്മാർക്ക് വർഷം തോറും നൽകുന്ന അവാർഡാണ് അക്ബറിനെ തേടിയെത്തിയത്. മലയാള സാഹിത്യത്തിന് അക്ബർ നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് അവാർഡ്. കാടും മണ്ണും പുഴയുമെല്ലാം തൻ്റെ എഴുത്തുകളിൽ ഏറ്റവും കാവ്യാത്മകമായി ഉൾച്ചേർത്ത വായനക്കാരൻ്റെ മനസ്സിലേക്ക് ഊളിയിട്ടിറങ്ങുന്ന സൃഷ്ടികളാണ് കവി അക്ബറിൻ്റേത്. വീടും നാടും അടങ്ങുന്ന തൻ്റെ ചുറ്റുപാടുകളെ ഇഴചേർത്ത് ഇദ്ദേഹം എല്ലാവരിലേക്കും എത്തുന്ന ധാരാളം കവിതകൾ എഴുതി. അക്ബറിൻ്റെ ഈ സാഹിത്യ സൃഷ്ടികൾക്കൊടുവിൽ ലഭിച്ച അംഗീകാരമാണ് കൽക്കത്ത ആസ്ഥാനമായുള്ള എക്സെല്ലർ ബുക്സിന്റെ സാഹിത്യരംഗത്തെ 2024 ഇന്റർനാഷണൽ എക്സലൻസ് അവാർഡ്. പ്രശസ്തി പത്രവും 20,000 രൂപയുടെ പുസ്തക വൗച്ചറും അടങ്ങുന്നതാണ് പുരസ്കാരം. നിലച്ചിരിക്കാതെ എത്തിയ അവാർഡ് ലബ്ധിയുടെ സന്തോഷത്തിലാണ് അക്ബറും കുടുംബവും. അതായത് കോൺഗ്രസിന്റെ ഒരു സാഹിത്യ സാംസ്കാരിക വിഭാഗമായ സംസ്കാര സാഹിതി PT തോമസിന്റെ നേതൃത്വത്തിലാണ് ആദ്യമായി എനിക്കൊരു പുരസ്കാരം നൽകി ആദരിച്ചത്. തുടർന്ന് വിവിധ ആദരവുകളും പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അവസാനമായി കിട്ടിയതാണ് എക്സെല്ലർ ബുക്സിന്റെ ഈ പുരസ്കാരം. കൂടാതെ വൈകാതെ വേറൊരു പുരസ്കാരവും എന്നെ തേടിയെത്തുന്നുണ്ട്. കവിത എഴുതി തുടങ്ങിയത് കോളേജ് കാലത്താണ്. ഗൗരവതരമായി കവിതയിലേക്ക് വന്നത് കോളേജ് കാലത്താണ്. 1904 മുതൽ 1907 വരെയുള്ള കാലത്താണ് കോതമംഗലം MA കോളേജിൽ പഠിച്ച ആ കാലഘട്ടത്തിലാണ് ഒത്തിരി കവി സുഹൃത്തുക്കളും ഒന്നിച്ചെഴുതിയ കവികളും ഇപ്പോഴും സജീവമായി കവിത എഴുതുന്നവരും കൂട്ടുകാരായിട്ടുണ്ട്. അങ്ങനെയാണ് കവിതയിലേക്ക് വരുന്നത്. ആ കാലത്ത് 2001 ആദ്യ പുസ്തകം DC ബുക്സ് ബാംസുരി ഇറക്കുന്നത്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് 2019 പാപ്പാത്തി പുസ്തകങ്ങൾ അക്ബറോസ്കി എന്ന പുസ്തകം ഇറക്കുന്നത്. പിന്നീട് 2022 ഇല തൊട്ട് കാടിനെ വായിക്കുന്ന എന്ന കാടനുഭവ പുസ്തകം, ഒരു പരിസ്ഥിതി അനുഭവക്കുറിപ്പുകളാണ് ഈ പുസ്തകം ഇറക്കുന്നത്. അത് കഴിഞ്ഞ് ഇപ്പോൾ ഏറ്റവും അടുത്തായി 2023 ലോഗോസ് ബുക്സ് പ്രസിദ്ധീകരിച്ച കുയിൽ ഒരു പക്ഷി മാത്രമല്ല എന്ന പുസ്തകമാണ് അവസാനമായിട്ട് ഇറക്കിയിരിക്കുന്നത്. ഇനിയിപ്പോൾ പുതുതായി ഉമ്മയെക്കുറിച്ച് ഒരു പുസ്തകം പണിപ്പുരയിലാണ്. എൻ്റെ പ്രണയ കവിതകളുടെ പല കാലത്ത് എഴുതിയ പ്രണയ കവിതകളുടെ സമാഹാരം വൈകാതെ പുറത്തിറങ്ങും. കൂടാതെ പുതിയ കവിതകളുടെ ഒരു സമാഹാരവും അടുത്ത് തന്നെ വൈകാതെ പുറത്തിറങ്ങും. ലോകത്തെ വിവിധ ഭാഷകളിലെ സാഹിത്യകാരന്മാർക്ക് വർഷം തോറും നൽകുന്ന അവാർഡാണ് അക്ബറിനെ തേടിയെത്തിയത്. മലയാള സാഹിത്യത്തിന് അക്ബർ നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് അവാർഡ്. ബാംസുരി, അക്ബറോവസ്കി, കുയിൽ ഒരു പക്ഷി മാത്രമല്ല എന്നീ കവിതാ സമാഹാരങ്ങളും ഇല തൊട്ട് കാടിനെ വായിക്കുന്നു എന്ന കാടനുഭവ കുറിപ്പുകളുടെ പുസ്തകവും അക്ബറിൻ്റെതായി പുറത്തു വന്നിട്ടുണ്ട്. പ്രണയ കവിതകളുടെ സമാഹാരമായ നിന്നെക്കുറിച്ചുള്ള കവിതകൾ എന്ന പുസ്തകം ഈ വർഷം പുറത്തിറങ്ങും. കൂടാതെ അക്ബറിന്റെ മാതാവിനെക്കുറിച്ചുള്ള കവിതകളുടെയും കുറിപ്പുകളുടെയും സാഹിത്യ സൃഷ്ടിയുടെ പണിപ്പുരയിലാണ് ഇദ്ദേഹം. നീലമരം, ഇഞ്ചയും മുള്ളുകളും
ഇലകളുമുള്ള കാട്ടിൽ വഴിയുണ്ടാക്കി പോണം. മരങ്ങൾ, ഇലകൾ, വള്ളികൾ വഴിയായി മലർന്നു കിടക്കും. കാറ്റനക്കങ്ങളെ, തെണ്ടിയാനെ, ചീറ്റലുകളെയെല്ലാം അവഗണിച്ച് ഉമ്മ വിരലുണ്ടെന്ന് നനച്ച് മഹാഗണിക്കിടയിൽ മുളച്ച നിലപ്പന മഞ്ഞയോട് വഴക്കിട്ട് കാട്ടുകുറിഞ്ഞ് പൂത്തല്ലോ, ചുരൽമുള്ളിൽ കോർത്തല്ലോ, കാട്ടുകോഴി നിലം പറ്റി പറന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് മലയാകെ നടന്ന് കുത്തിൽ കൂത്താടും കുഞ്ഞു പരലുകളെ തൊട്ട് ആനച്ചാലിൻ ചൂരുമണത്ത് കാട്ടുപത്രിയുടെ ഇലകൾ ചവച്ചിരിക്കുമ്പോൾ കാടിറങ്ങി വന്ന് അടുത്തിരിക്കും. വിറകെടുക്കാൻ പോയി കാട്ടിൽ ഒറ്റയ്ക്കിരിക്കുന്ന ഉമ്മ കണക്കെ. നേര്യമംഗലം സ്വദേശിയായ അക്ബർ മാധ്യമപ്രവർത്തകൻ കൂടിയാണ്. സംസ്കാര സാഹിത്യ പുരസ്കാരം, നാഷണൽ ഓർഗനൈസേഷൻസ് ഓഫ് എംപവർമെന്റ് അവാർഡ്, പുരോഗമന കലാസാഹിത്യ സംഘം ആദരം എന്നിവ ലഭിച്ചിട്ടുണ്ട്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഇന്ത്യൻ ലിറ്ററേച്ചറിൽ അക്ബറിന്റെ കവിതകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിലേക്ക് കവിതകൾ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. പരേതരായ മൈദുവും ഐഷയുമാണ് മാതാപിതാക്കൾ. നഫീസയാണ് ഭാര്യ. അഹാന, സുനേന എന്നിവരാണ് മക്കൾ. ഓർഫനേജ് കൺട്രോൾ ബോർഡ് ജില്ലാ സാമൂഹ്യനിധി ഓഫീസ് ഇടുക്കിയുടെയും ഇടുക്കി ഓർഫനേജ് അസോസിയേഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ അനാഥ അഗതി ദിനാചരണവും മദർ തെരേസ ജന്മദിനാഘോഷവും സംഘടിപ്പിച്ചു. പടമുഖം സ്നേഹമന്ദിരത്തിൽ വെച്ച് നടത്തിയ പരിപാടി ഇടുക്കി അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ഷൈജു പി ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യനിധി വകുപ്പിന് കീഴിലുള്ള ഓർഫനേജ് കൺട്രോൾ ബോർഡ് ജില്ലാ സാമൂഹ്യനിധി ഓഫീസ് ഇടുക്കിയുടെയും ഇടുക്കി ഓർഫനേജ് അസോസിയേഷന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് അനാഥ അഗതി ദിനാചരണവും മദർ തെരേസ ജന്മദിനാഘോഷവും സംഘടിപ്പിച്ചത്. പടമുഖം സ്നേഹമന്ദിരം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ മദർ തെരേസയുടെ ഛായാചിത്രത്തിന് മുൻപിൽ പുഷ്പങ്ങൾ അർപ്പിച്ചു. ഇടുക്കി അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ഷൈജു പി ജേക്കബ് യോഗം ഉദ്ഘാടനം ചെയ്തു. ഒരിക്കൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് കുഷ്ഠരോഗിയെ ടച്ച് ചെയ്യാതെ ഇരിക്കുന്ന വർഷങ്ങളായിട്ട് അവൻ കരസ്പർശം ഏൽക്കാതെ, മറ്റു മനുഷ്യന്റെ സാന്നിധ്യവും സ്പർശനവും ഏൽക്കാതെ ഇരിക്കുന്നു. കൊൽക്കത്തയുടെ തെരുവീതിയിൽ നിന്നുകൊണ്ട് അവർ രാവിലെ നടക്കാനിറങ്ങിയപ്പോൾ മദർ ഇങ്ങനെ ഒരു രോഗിയെ ടച്ച് ചെയ്തപ്പോൾ അയാളുടെ ബോഡി, വർഷങ്ങളായി ഞാനൊരു ഹ്യൂമൻ ബോഡി, 10-20 വർഷമായി ഞാനൊരു ഹ്യൂമൻ ബോഡിയുടെ ടച്ച് അനുഭവിച്ചു. അങ്ങനെയുള്ള, നമ്മളത് കേൾക്കുമ്പോൾ നമുക്ക് കോരിത്തരിക്കും. അങ്ങനെയുള്ള അനേകരെയാണ് നേടി ഈശ്വരന്റെ ചൈതന്യം യാഥാർത്ഥ്യവൽക്കരിച്ച ഒരു മഹത് വ്യക്തിത്വത്തിന്റെ ദിനാചരണമാണ് നമ്മൾ ഇന്ന് ആചരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് സിബിച്ചൻ തോമസ് മുഖ്യാതിഥിയായിരുന്നു. ഇടുക്കി ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ ഷംനാഥ് VA അധ്യക്ഷത വഹിച്ചു. ഓർഫനേജ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് VC രാജു, പടമുഖം ഇടവക വികാരി ഫാദർ ഷാജി പുത്ര, ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി സജീവ്, വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുനിത സജീവ്, CWC ചെയർമാൻ ജയശീലൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. കെ കരുണാകരൻ ഫൗണ്ടേഷനു വേണ്ടി പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിനായുള്ള ധനസമാഹരണത്തിന്റെ ഭാഗമായി കോൺഗ്രസ് അയ്യപ്പൻകോവിൽ മണ്ഡലം കമ്മിറ്റി സംഭാവന കൂപ്പണുകൾ വിതരണം ചെയ്തു. ആദ്യ സംഭാവന DCC മെമ്പർ രാജേന്ദ്രൻ മാരിലിന് നൽകിക്കൊണ്ട് ഉദ്ഘാടനം നടന്നു. തിരുവനന്തപുരത്ത് പുതുതായി നിർമ്മിക്കുന്ന കെ കരുണാകരൻ ഫൗണ്ടേഷൻ കെട്ടിടത്തിന്റെ ഭാഗമായി ശേഖരിക്കുന്ന ധനസമാഹരണത്തിന്റെ ഭാഗമായിട്ടാണ് കൂപ്പണുകൾ വിതരണം ചെയ്തത്. ഒരു നിശ്ചിത തുക പിരിച്ചു നൽകുക എന്ന DCCയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് കൂപ്പണുകൾ വഴി ധനസമാഹരണത്തിന് ശ്രമം നടക്കുന്നത്. കോൺഗ്രസ് അയ്യപ്പൻകോവിൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ആദ്യ കൂപ്പൺ DCC അംഗം രാജേന്ദ്രൻ മാരിയിലിന് നൽകി. ബഹുമാനായ സീനിയർ നേതാവ്, ഇന്ത്യ ആര് ഭരിക്കണമെന്ന് ഒരു കാലഘട്ടത്തിൽ തീരുമാനിക്കേണ്ട അത്രയും ശക്തമായ ജനസ്വാധീനം ഉണ്ടായിരുന്ന നേതാവായിരുന്ന മുൻ മുഖ്യമന്ത്രി ശ്രീ കെ കരുണാകരൻ, അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി തിരുവനന്തപുരത്ത് ഒരു കെട്ടിട സമുച്ചയം ലൈബ്രറിയോടുകൂടിയും അതുപോലെ അത്യാവശ്യം മീറ്റിങ്ങുകൾ നടത്തുന്നതിനും നേതാക്കന്മാർക്ക് മറ്റ് ജനങ്ങളെ കണ്ട് സംവദിക്കുന്നതിനുമൊക്കെ വേണ്ടിയിട്ട് ഒരു ബിൽഡിംഗ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആ ലീഡറോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ ഓരോ മണ്ഡലം കമ്മിറ്റികളോടും ഒരു നിശ്ചിത തുക KPCCക്ക് സമാഹരിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ ലീഡറുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ അദ്ദേഹത്തിൻ്റെ ഫൗണ്ടേഷന് വേണ്ടി ആദ്യമായി അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ DCC അംഗമായ രാജേന്ദ്രൻ മാരിയിലിന് റെസീറ്റ് നൽകിക്കൊണ്ട് അദ്ദേഹത്തിൽ നിന്നും സംഭാവന സ്വീകരിക്കുകയാണ്. പരിപാടിയിൽ മണ്ഡലം പ്രസിഡന്റ് ജെയിംസ് കാപ്പൻ, ജോസഫ് കുര്യൻ,
ജയേഷ് ഐക്കരക്കുന്നിൽ, ജെറി വെട്ടിക്കാലായിൽ, KG കുഞ്ഞുകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. വണ്ടിപ്പെരിയാർ CSI ദേവാലയം 100ന്റെ നിറവിൽ. ബ്രിട്ടീഷുകാർ 1850 സ്ഥാപിച്ച പ്രാർത്ഥനാലയം 1924 ബിഷപ്പ് റവറൻഡ് ഡോക്ടർ EO ഗില്ലാണ് കുദാശ ചെയ്തത്. 1850 തിരുവിതാംകൂർ രാജവംശവുമായുള്ള ഉടമ്പടി പ്രകാരം തേയില കൃഷിക്കായി പീരുമേട്ടിലെത്തിയ ബ്രിട്ടീഷുകാർ വണ്ടിപ്പെരിയാറിലേക്കും വ്യാപിച്ചതോടെയാണ് പ്രാർത്ഥനാലയത്തെക്കുറിച്ച് ചിന്തിച്ചത്. തുടർന്ന് ചെറിയ തോതിൽ ആരംഭിച്ച മന്ദിരം പിന്നീട് ദൈവാലയമായി മാറ്റി 1924 ഓഗസ്റ്റ് 24 കൂദാശ ചെയ്തു. 1947 അന്നത്തെ മദിരാശി റായപ്പേട്ടയിൽ നടന്ന സമ്മേളനത്തിൽ കോൺഗ്രഗേഷൻസ്, ആംഗ്ലിക്കൻസ്, മെത്തഡിസ്റ്റ്, പ്രൊട്ടസ്റ്റന്റ്സ് എന്നീ 4 ക്രിസ്തീയ സഭകൾ ചേർന്ന് ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന പുതിയ ക്രിസ്തീയ സഭ രൂപീകൃതമായി. ഇതോടെ വണ്ടിപ്പെരിയാർ CSI പള്ളിയും ഇടവക ദേവാലയമായി മാറി. 1983 ഏപ്രിൽ 4 ഈസ്റ്റ് കേരള മഹാ ഇടവക രൂപീകൃതമായതോടെ പള്ളിയിൽ വിശ്വാസികളുടെ എണ്ണം വർദ്ധിച്ചു. പള്ളിയോട് ചേർന്ന് പുതിയ സമുച്ചയവും നിർമ്മിച്ചു. ആദ്യകാലത്ത് പള്ളിയിൽ സേവനമനുഷ്ഠിച്ച വികാരിമാരുടെയും ചിത്രങ്ങളും അവരുടെ വിവരങ്ങളും രേഖപ്പെടുത്തിയ ശിലാഫലകങ്ങളും ഇപ്പോഴും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. நாம் மிகவும் சிறப்பாக ஆசரிக்க வேண்டிய ஒரு நாள் தான் இது. இந்த துவக்கம் என்பது வருகின்ற 2025 ஆகஸ்ட் மாதம் 24ஆம் தேதி வரை இது நீண்டு கொண்டே செல்லும். அதற்கான பணிகள் தான் இங்கு துவங்கப்பட்டிருக்கின்றது. ஒரு கூட்டம் ஜனமாக, ஒரு குடும்பமாக நாம் ஆராதனை துவங்கின அந்த நாள் முதல் இந்த நாளை நினைவு கூறும்படியாகத்தான் நாம் இப்படி ஒரு சென்டினரி ஃபேமிலி சண்டையாக ஆசரிப்பதற்கு தேவன் கிருபை செய்திருக்கின்றார். അന്നത്തെ വൈദിക പീഠങ്ങളും ഇരിപ്പിടങ്ങളും പഴയകാല ഹാർമോണിയവും ഇപ്പോഴും ഇവിടെയുണ്ട്. ദൈവാലയത്തിന്റെ 100ാം വാർഷികം വിപുലമായി ആഘോഷിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചതായി ഇടവക സെക്രട്ടറി SP സെൽവിൻ അറിയിച്ചു. 100 വർഷം പൂർത്തിയായ ദിവസം വികാരി റവറൻഡ് ഡോക്ടർ KD ദേവസിയുടെ കാർമ്മികത്വത്തിൽ പ്രത്യേക കുർബാന നടന്നു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. കാഴ്ചയുടെ വർണ്ണ വസന്തം തീർത്ത അയ്യപ്പൻകോവിൽ പുല്ലുമേട്ടിൽ മേട്ടുക്കുറിഞ്ഞി പൂത്തു. 7 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന മേട്ടുക്കുറിഞ്ഞി കാണുവാൻ 100 കണക്കിന് ആളുകളാണ് ദിനംപ്രതി ഇവിടെ എത്തുന്നത്. പുല്ലുമേട്ടിൽ നിന്നും ഏകദേശം 2 കിലോമീറ്ററോളം ദൂരം സഞ്ചരിച്ചാൽ പാലമേട് എന്ന സ്ഥലത്തെത്തും. അവിടെ നിന്നും ഏകദേശം 1 കിലോമീറ്ററോളം ദൂരം സഞ്ചരിച്ചാൽ മാത്രമേ ഈ മലനിരകളിൽ എത്തിച്ചേരുവാൻ സാധിക്കൂ. ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ പുത്തൻ അനുഭവമാണ് ഇങ്ങോട്ടേക്കുള്ള യാത്ര സമ്മാനിക്കുക. 7 വർഷത്തിൽ ഒരിക്കൽ മാത്രം പൂക്കുന്ന മേട്ടുക്കുറിഞ്ഞി ഈ മലനിരകളിലാകെ കാഴ്ചയുടെ നീലവസന്തം തീർക്കുകയാണ്. ഏക്കർ കണക്കിന് സ്ഥലത്താണ് കുറിഞ്ഞിപ്പൂക്കൾ പൂത്തിരിക്കുന്നത്. മേട്ടുക്കുറിഞ്ഞി കാണുവാനും പ്രദേശത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കുവാനും 100 കണക്കിന് ആളുകളാണ് ഓരോ ദിവസവും ഇവിടേക്ക് എത്തുന്നത്. എൻ്റെ പേര് മധു. ഞാൻ ഈ കന്നിക്കൽ നിവാസിയാണ്. ഒരു 2 ആഴ്ചയായിട്ട് ഇത് ഇവിടെ ഭയങ്കര ജനക്കൂട്ടവും കാര്യങ്ങളൊക്കെയാണ്. കുറിഞ്ഞി പൂത്ത് ഇപ്പോൾ എല്ലാവരും കണ്ടിട്ട് ഭയങ്കര സന്തോഷത്തിലും വണ്ടി കാരണം അങ്ങോട്ട് പോകത്തില്ല, അതുപോലെ ജനങ്ങളായി വന്നവരുണ്ട്. ഇത് പുറം രാജ്യം അറിയണമെന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. 7 വർഷം കൂടുമ്പോഴാണ് ഇവിടെ പോകുന്നത്. നല്ല സഞ്ചാരികൾ ഇപ്പോൾ വരുന്നുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. ഒരിക്കൽ പൂത്ത പൂക്കൾക്ക് 15 ദിവസത്തേക്ക് മാത്രമേ ആയുസുള്ളൂ. പിന്നീട് പൂക്കൾ വാടിപ്പോകും. 7 വർഷം കഴിഞ്ഞ് അടുത്ത സീസണിൽ മാത്രമേ പിന്നീട് പൂക്കൾ ഉണ്ടാവുകയുള്ളൂ. മേട്ടുക്കുറിഞ്ഞി കാണാനെത്തുന്ന സഞ്ചാരികളെ ആകെ വലയ്ക്കുന്നത് മലനിരകളിലേക്ക് എത്തിച്ചേരാനുള്ള യാത്രാ സൗകര്യങ്ങളുടെ അഭാവമാണ്. വലിയ വിനോദസഞ്ചാര സാധ്യത നിലനിൽക്കുന്ന ഇവിടെ ത്രിതല പഞ്ചായത്തുകൾ ഇടപെട്ട സഞ്ചാരികളെ ആകർഷിക്കുന്നതിനുള്ള പദ്ധതികൾ ഒരുക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം.
നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ശാന്തൻപാറ കാർഡമം പ്ലാന്റേഴ്സ് അസോസിയേഷൻ ഏലക്കാലയിലെ വിവരം. ആകലോട്ട് 98, വിൽപ്പനയ്ക്ക് വന്നത് 18,151, വിൽപ്പന നടന്നത് 17,379, കൂടിയ വില 2,499, ശരാശരി വില 2,178. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 640 രൂപ, ഏലം കൂടിയ വില 2,100, ഏലം ശരാശരി വില 1,800, കാപ്പിപ്പരിപ്പ് 360, ഗ്രാമ്പു 975, കൊക്കോ 80, റബ്ബർ 210. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 6,695 രൂപ, വെള്ളി 92. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ജില്ലയുടെ വിവിധ മേഖലകളിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം വിപുലമായ പരിപാടികളോടെ നടന്നു. വിവിധ ബാലഗോകുലങ്ങളുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ശോഭായാത്രയിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. കട്ടപ്പന കല്യാണത്തണ്ടിൽ റവന്യൂ ഭൂമിയിലെ കയ്യേറ്റം ഒഴിപ്പിച്ചതിന്റെ പേരിൽ ഇവിടുത്തെ താമസക്കാരെ കുടിയിറക്കാൻ ശ്രമിക്കുന്നതായി UDF വ്യാജ പ്രചരണം നടത്തുകയാണെന്ന് LDF നേതാക്കൾ. അനാവശ്യ പ്രചരണം നടത്തി ജനങ്ങളെ പരിഭ്രാന്തിയിലാക്കാൻ ഇവർ ശ്രമിക്കുന്നത് കല്യാണത്തണ്ടിൽ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ നടത്തിയിട്ടുള്ള കയ്യേറ്റം മറച്ചുപിടിക്കാനെന്നും ആരോപണം. മഴ കനത്തതോടെ നിർത്തിവച്ചിരുന്ന കൊച്ചി ധനുഷ്കോടി ദേശീയപാത നവീകരണം വീണ്ടും പുനരാരംഭിച്ചു. നിർമ്മാണ ജോലികൾ താൽക്കാലികമായി നിർത്തിയത് മഴ കനത്ത് പലയിടത്തും മണ്ണിടിച്ചിൽ ഭീഷണി രൂപം കൊണ്ടതോടെ. ദേശീയപാത നവീകരണം 2 വർഷം കൊണ്ട് യാഥാർത്ഥ്യമാകുമെന്ന് പ്രതീക്ഷ. അയ്യപ്പൻകോവിൽ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ തെരുവു നായ്ക്കളുടെ ആക്രമണം രൂക്ഷം. നായ്ക്കൾ കൂട്ടത്തോടെ എത്തി വളർത്തുമൃഗങ്ങളെയും പൊതുജനങ്ങളെയും ആക്രമിക്കുന്നു. വിഷയത്തിൽ അടിയന്തര നടപടി പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നും ആവശ്യം. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.